ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അങ്ങനെ ഷാൻചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കുഞ്ഞിനും ഷാൻചേട്ടനോട് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട്, പിന്നെ കുഞ്ഞിൻ്റെ മീനെ കുറച്ച് നേരം കണ്ട്, അങ്ങനെ അവൻ ഫൈറ്ററിൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുഞ്ഞും തോക്കൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനായിട്ട് തോക്കൊക്കെ വെച്ച് കളിച്ച്, അത് കഴിഞ്ഞപ്പോൾ ഉടനെ അടുക്കളയിലോട്ട് പോയി ഷാൻചേട്ടനായിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഷാൻചേട്ടനെ കുറച്ച് നേരം സഹായിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞൻ പറയുന്നത് കുഞ്ഞിനൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ടെന്ന്. അങ്ങനെ ഞാനും ഷാൻചേട്ടനോട് പ്രൊജക്റ്റ് വർക്കിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി തിരിച്ച് അങ്ങനെ പോയി ചാർട്ട് പേപ്പറൊക്കെ മേടിച്ച് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വരയൊക്കെ തുടങ്ങി. ഷാൻചേട്ടനാണ് ഫുൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ കൂടെ ക്യാമറമാനായിട്ടും സപ്പോർട്ടിനായിട്ടും നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുറച്ച് പണി കൊടുത്ത് അതിനകത്ത് നമ്മൾ വരച്ച പടങ്ങൾക്കെല്ലാം കുഞ്ഞിനോട് കളർ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ നമ്മളിതാ പുറത്തോട്ട് ഷാൻചേട്ടനായിട്ട് സ്കൂട്ടറിൽ പോകുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത്. നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് സാധനം മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിൽ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ പോയി തിരിച്ചു വന്ന് ഷാൻചേട്ടനും ഞാനിവിടെ ചേർന്ന് അസൈൻമെൻറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാനങ്ങനെ ബോർഡർ ഡിസൈൻ ചെയ്ത് ഹെഡ്ലൈനൊക്കെ അത്യാവശ്യം വരച്ച് ഇനി കളർ ചെയ്താൽ മതി. അപ്പോഴത്തേന് ടൈം ഒരു ഉച്ചയായി. അങ്ങനെ ഫുഡ് വന്നു. ചിക്കൻ ഫ്രൈയും ചാള കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കാണാൻ പുതിയൊരു വിസിറ്റർ വന്നു. ഇതാണ് വിജയണ്ണനും കൊച്ചും. ഇവർ മേളിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവർ വന്നു. അങ്ങനെ ഇവരുമായിട്ട് കുറച്ച് നേരം കാര്യം പറഞ്ഞു നിന്നു. അങ്ങനെ മിനി ആൻറ്റി അതിൻ്റെ ഇടയിൽ കൂടെ കമൻറ്റൊക്കെ അടിക്കുകയാണ്. ചില കഴിഞ്ഞപ്പോൾ താണ്ട ചാർട്ട് ഞങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഫുള്ള് എഴുതിയേക്കുന്നത് ഞാനാണ്. അത് കഴിഞ്ഞപ്പോൾ രാത്രിയായി. ഞങ്ങളങ്ങനെ തിരിച്ച് ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മാധവ് എന്ന് പറയുന്ന ഹോട്ടലിലാണ്. അവിടുത്തെ ഓണറാണ് ഈ പുള്ളിക്കാരൻ. 19 വയസ്സുണ്ട്. പുള്ളിക്കാരൻ്റെ പൂർവികന്മാരായിട്ട് തുടങ്ങിയ ഹോട്ടലാണിത്. പുള്ളിക്കാരൻ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം നമ്മളോട് പറഞ്ഞു. പുള്ളിക്കാരൻ നല്ല കമ്പനിയാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ പറയുന്ന ഏത് പ്രായത്തിലും നമുക്ക് ജോലി ചെയ്യാം, മനസ്സുണ്ടായാൽ മതി എന്നാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക.